ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് പഴുത്ത 2 പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമായിരുന്നു. നിങ്ങളുടെ കുറച്ച് പഴുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അത് ചെറിയ പീസസാക്കി മുറിച്ചെടുക്കുക. ചെറിയ പീസസാക്കി മുറിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാനിലിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു പാൻ വെച്ച് അതിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പഴം ഇട്ട് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർ, നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ പഴത്തിന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് പഞ്ചസാര അതിലോട്ട് അലിഞ്ഞ് ചേരുക കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലായാൽ മതി കേട്ടോ. നല്ലോണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ അതേ പാനിലോട്ട് ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പാനായതുകൊണ്ട് അതിൽ നെയ്യ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് റവ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നമ്മൾ ഗ്യാസിൻ്റെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ റവയൊക്കെ നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലായാലും മതി കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരുപാട് കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിരുന്ന് ഈ റവ വേവണം. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതെല്ലാം ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേവായ മതി. നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ, അത് നമുക്കിത് രണ്ടും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് പോകാൻ വേണ്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഒരു ഇളം ചൂടായപ്പോൾ ഞാൻ എടുത്തിട്ട് വേറൊരു പാത്രത്തിലിട്ടിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ചെറിയ ബോളോ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഉണ്ടയാക്കിയിട്ട് ഒരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഉണ്ടയാക്കിയിട്ട് ഒരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓയിലോ വെളിച്ചെണ്ണയോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് 4 ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പഴം വെച്ചിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ ബൈ.